പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. യേശുവിൽ സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ എല്ലാവരെയും ദൈവവചന ധ്യാനത്തിലേക്ക് നമ്മുടെ കർത്താവായ യേശുവിൻ്റെ നാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ കർത്താവ് ഈശോ മിശിഹ എല്ലാവരെയും സ്വർഗം തുറന്ന് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രിയ സഹോദരങ്ങളെ, നമുക്ക് കർത്താവിൻ്റെ തിരുവചനം നമുക്ക് ധ്യാനിക്കാം. പ്രഭാഷകൻ്റെ പുസ്തകം 3-ാം അധ്യായത്തിൻ്റെ 17-ാമത്തെ തിരുവചനത്തിൽ പ്രകാരം പറയുന്നു: മകനെ, സൗമ്യതയോടുകൂടെ കർത്തവ്യങ്ങൾ അനുഷ്ഠിക്കുക. നീ ദൈവത്തിന് അഭിമതരായവർ നിന്നെ സ്നേഹിക്കും. ഇവിടെ വചനം പറയണം: മകനെ, സൗമ്യതയോടുകൂടെ കർത്തവ്യങ്ങൾ അനുഷ്ഠിക്കുക. സൗമ്യതയോടുകൂടെ. സൗമ്യത അത് പരിശുദ്ധാത്മാവ് നമുക്ക് നൽകുന്ന ഒരു ഫലമാണ്. സൗമ്യത എന്ന് പറഞ്ഞാൽ ശരിക്കും അതിൻ്റെ അർത്ഥം എളിമപ്പെടുക എന്ന് പറഞ്ഞാൽ മറ്റുള്ളവർക്ക് എളിമപ്പെട്ടുകൊണ്ട്, പ്രത്യേകിച്ചും കുടുംബത്തിലെ മാതാപിതാക്കൾക്ക്, കൂട്ടായ്മയിലാണെങ്കിൽ ലീഡർക്ക്, സഭയിലാണെങ്കിൽ സഭയ്ക്ക് നേതൃത്വം കൊടുക്കുന്ന ഇടവകയാണെങ്കിൽ ഇടവക വൈദികർക്ക്, അതോടൊപ്പം തന്നെ മെത്രാനാണെങ്കിൽ മെത്രാന്, മാർപ്പാപ്പയാണെങ്കിൽ മാർപ്പാപ്പയ്ക്ക്, അവരുടെ മുമ്പിൽ എളിമപ്പെട്ടുകൊണ്ട് കർത്തവ്യങ്ങൾ അനുഷ്ഠിക്കണം. എന്താണ് കർത്തവ്യങ്ങൾ? ഒരു മകൻ, മകൾ മാതാപിതാക്കൾക്ക് ചെയ്തു കൊടുക്കേണ്ട ഉത്തരവാദിത്തങ്ങൾ, അത് വളരെ സൗമ്യതയോടുകൂടെ അത് ചെയ്തു കൊടുക്കണം. ഒരുപക്ഷെ അപ്പനോ അമ്മയോ ഒരു കിടപ്പ് രോഗിയാകാം. ആ കിടപ്പ് രോഗിയെ ശപിച്ചുകൊണ്ടോ പഴിച്ചുകൊണ്ടോ, അല്ലെങ്കിൽ ആ കിടപ്പ് രോഗിയുടെ ഹൃദയത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള വിദ്വേഷം പുലർത്തിക്കൊണ്ടോ, ആ കിടപ്പ് രോഗിയെ തിരിഞ്ഞു നോക്കാതെ, ആ കിടപ്പ് രോഗിയെ സംരക്ഷിക്കാതെ എന്തെല്ലാം കാര്യങ്ങളിലൂടെ മുമ്പോട്ട് പോയാലും ആ വ്യക്തിക്ക് ദൈവത്തിൻ്റെ അനുഗ്രഹം ലഭിക്കുമെന്ന് ആരും വിചാരിക്കണ്ട. കാരണം കർത്തവ്യങ്ങൾ അനുഷ്ഠിക്കണമെന്നാണ് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഓർമ്മിപ്പിക്കുന്നത്. ഇത് കൊച്ചു കുടുംബമാകുന്ന പല കുടുംബങ്ങൾ ചേർന്ന ഇടവക, ആ ഇടവകയിലുള്ള പിതാവിന് വിധേയപ്പെട്ടുകൊണ്ട് ആ ഇടവകയോട് ചേർന്ന് നിന്ന് ആ ഇടവകയ്ക്കും ഇടവക സമൂഹത്തിനും നാം ഓരോരുത്തരും ചെയ്തു കൊടുക്കേണ്ട കർത്തവ്യങ്ങൾ നാം അനുഷ്ഠിച്ചേ പറ്റൂ. ഒരു പ്രാർത്ഥനാ ഗ്രൂപ്പിന് ലീഡർ ഉണ്ടെങ്കിൽ ആ പ്രാർത്ഥനാ ഗ്രൂപ്പിൽ വരുന്ന വ്യക്തികൾ ആ പ്രാർത്ഥനാ ഗ്രൂപ്പിലുള്ള ലീഡർക്ക് വിധേയപ്പെട്ടുകൊണ്ട് ലീഡറോട് സൗമ്യതയുള്ളവരായി നിന്നുകൊണ്ട് അവനവനെ ഏൽപ്പിച്ചിരിക്കുന്ന കർത്തവ്യങ്ങൾ അനുഷ്ഠിക്കണം. ഇതുപോലെ തന്നെയാണ് മറിച്ച് ഒരു ലീഡറെ സംബന്ധിച്ചിടത്തോളം, അല്ലെങ്കിൽ ഒരു കോർഡിനേറ്ററെ സംബന്ധിച്ചിടത്തോളം, വീട്ടിൽ അല്ലെങ്കിൽ ഒരു കൂട്ടായ്മയിലാണെങ്കിൽ ഒരു കോർഡിനേറ്റർ, എല്ലാവരെയും കൂട്ടിയോജിപ്പിക്കുന്ന പരിപാടി, സ്നേഹത്തിൽ കൂട്ടിയോജിപ്പിക്കുന്ന പരിപാടിയാണ് ഒരു കോർഡിനേറ്റർക്കുള്ളത്. പക്ഷേ ഇന്ന് പല കോർഡിനേറ്റർമാരും സ്നേഹത്തിൽ കൂട്ടിയോജിപ്പിക്കുന്നതിന് പകരമായിട്ട് അവർക്ക് കിട്ടിയ അധികാരം വെച്ചുകൊണ്ട് മറ്റുള്ളവരെ അടിച്ചു നിൽക്കുന്ന, അല്ലെങ്കിൽ പക്ഷപാതം കാണിച്ചുകൊണ്ട് മാറ്റി നിർത്തുന്ന കോർഡിനേറ്റർമാരെയാണ് ഇന്ന് പലപ്പോഴും നമുക്ക് കാണാൻ സാധിക്കുന്നത്. അവർക്ക് സമ്പത്ത് കിട്ടുന്ന, അല്ലെങ്കിൽ അവരെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് നടക്കുന്ന വ്യക്തികളോട് കൂട്ടുചേർന്ന് നിന്നുകൊണ്ട് പ്രതികരിക്കാതെ എളിമപ്പെട്ടോ സൗമ്യതയോടെ ഏതെങ്കിലും വ്യക്തികൾ മാറി നിൽപ്പുണ്ടോ എങ്കിൽ അത്തരത്തിലുള്ള വ്യക്തികളെ മനഃപൂർവ്വം മാറ്റി നിർത്തിക്കൊണ്ട് തന്നെ പുകഴ്ത്തുന്ന വ്യക്തികളെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് നടക്കുന്ന കോർഡിനേറ്റർമാരാണ് ഇന്ന് സമൂഹത്തിൽ കൂടുതലായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. മറ്റുള്ളവരിൽ നിന്ന് സമ്പത്ത് അടിച്ചു മാറ്റുവാൻ വേണ്ടി ലോഹ്യം കൂടുന്ന കോർഡിനേറ്റർമാരുമുണ്ട്, അല്ലെങ്കിൽ ലീഡർമാരുണ്ട്. പക്ഷപാതം കാണിച്ചുകൊണ്ട് സമൂഹത്തിലെ ഉന്നതരായ വ്യക്തികളോട് വലിയ ലോഹ്യം കൂടും. പട്ടിണിപ്പാവങ്ങളാകാം, അതല്ലെങ്കിൽ ചിലപ്പോൾ ഒരുപക്ഷെ വലിയ സൗന്ദര്യമില്ലാത്തതാകാം, കഴിവില്ലാത്ത വ്യക്തികളാകാം. അങ്ങനെയുള്ളവരെയൊക്കെ മാറ്റി നിർത്തിക്കൊണ്ട്
സമൂഹത്തിലെ ഉന്നതന്മാർക്ക് ഓശാന പാടിക്കൊണ്ട് മുമ്പോട്ട് പോകുന്ന ഒരു ലീഡറെ സംബന്ധിച്ചിടത്തോളം ആ ലീഡറുടെ പണി, അതല്ലെങ്കിൽ ആ കോർഡിനേറ്ററുടെ പണി ഒരിക്കലും ദൈവികമല്ല, പൈശാചികമാണ്. ദൈവികമായി മാറ്റപ്പെടണമെങ്കിൽ ആ ലീഡർ, ആ കോർഡിനേറ്റർ, അതായത് സൗമ്യതയോടുകൂടി വേണം മറ്റുള്ളവർക്ക് ശുശ്രൂഷ ചെയ്യുവാൻ. യേശുക്രിസ്തു ആ ശുശ്രൂഷ കാണിച്ചു തന്നു. അന്ത്യത്താഴ്വേളയിൽ തൻ്റെ കൂടെ ഉണ്ടായിരുന്ന തൻ്റെ ശിഷ്യന്മാരുടെ കാൽച്ചുവട്ടിലേക്ക് ഇറങ്ങിച്ചെന്നതുപോലെ ഒരു കോർഡിനേറ്റർ, ഒരു ലീഡർ, നേതൃത്വം കൊടുക്കുന്ന വ്യക്തി തങ്ങളുടെ ഇടയിലുള്ള വ്യക്തികളുടെ അടുത്തേക്ക് ഇറങ്ങിച്ചെല്ലണം എളിമയോടുകൂടെ. അങ്ങനെ ഏതൊരു വ്യക്തി എളിമയോടുകൂടി ഇറങ്ങിച്ചെല്ലുവാൻ തയ്യാറാകുന്നുവോ ആ വ്യക്തിയുടെ ജീവിതത്തിലേക്കാണ് ദൈവത്തിൻ്റെ കരുതൽ, ദൈവത്തിൻ്റെ അനുഗ്രഹം, ദൈവത്തിൻ്റെ കരുണ ഒഴുകപ്പെടുന്നത്. മറിച്ച് മറ്റുള്ളവരെ അടിച്ചൊതുക്കി, മറ്റുള്ളവരെ ഭീഷണിപ്പെടുത്തി മുമ്പോട്ട് പോകുന്ന ഒരു ലീഡറെ സംബന്ധിച്ചിടത്തോളം അത്തരത്തിലുള്ള കൂട്ടായ്മകളെല്ലാം പൊളിഞ്ഞു പോവുകയുള്ളൂ, ഒരിക്കലും വളരില്ല. പലപ്പോഴും പല ലീഡേഴ്സും ലീഡർ മേഖലയിലേക്ക് വരുന്നത് രാഷ്ട്രീയക്കാരെക്കാളും വലിയ തെരഞ്ഞെടുപ്പ് പോലെയുള്ള തെരഞ്ഞെടുപ്പിലൂടെ ആയിരിക്കാം. അങ്ങനെയുമുണ്ട്. കാരണം ഓട്ടോറിക്ഷ ഓടിക്കുന്ന ഒരു ഡ്രൈവറെ പ്ലെയിൻ ഓടിക്കാൻ വേണ്ടിയിട്ട് നിയോഗിച്ചാൽ ആ പ്ലെയിൻ കൊണ്ടുപോയി തകർത്ത് കളയും. ഇന്ന് പലപ്പോഴും പല മേഖലകളിലും വളർന്നു വരുന്ന പല കൂട്ടായ്മകളെയും തകർത്ത് കളയുന്നതും ഇത്തരത്തിലുള്ള സൗമ്യതയില്ലാത്ത, എളിമയില്ലാത്ത പ്രവർത്തനത്തിൻ്റെ പരിണതഫലമായിട്ടാണ്. പ്രിയ സഹോദരങ്ങളെ, എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയ സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിൽ നമുക്കൊരു തീരുമാനമെടുക്കാം. സൗമ്യതയോടൊക്കെ കർത്താവിന് വേണ്ടി ശുശ്രൂഷ ചെയ്യുക. ആ ശുശ്രൂഷയ്ക്ക് വേണ്ടി ചെയ്യുവാൻ വേണ്ടി നമുക്കൊരു തീരുമാനമെടുത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവ് ഈശോയെ, സൗമ്യതയോടുകൂടെ കർത്തവ്യങ്ങൾ അനുഷ്ഠിക്കുവാൻ അരുളി ചെയ്ത കർത്താവെ, അങ്ങനെ കർത്തവ്യങ്ങൾ അനുഷ്ഠിക്കുമ്പോൾ മറ്റുള്ളവർ നിന്നെ സ്നേഹിക്കുമെന്ന അവിടുത്തെ തിരുവചനം ഞങ്ങൾ ഓർക്കുന്നു. ഈശോയെ, ഞങ്ങളുടെ ജീവിതത്തിൽ വന്നു പോയിട്ടുള്ള കുറവുകളെ ഓർത്ത് മാപ്പ് ചോദിക്കുന്നു. സ്വർഗം തുറക്കണമേ, അനുഗ്രഹം വർഷിക്കണമേ. കൃപയുടെ എല്ലാ തടസ്സങ്ങളും എടുത്തു മാറ്റിക്കൊണ്ട് ഞങ്ങളെ അനുഗ്രഹിക്കണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.